മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ടത്തേതിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോഴും പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും വീട്ടിൽ ഏതാണ്ട് 24 മണിക്കൂറും കുറച്ചുപേര്, പണ്ട് ധാരാളം പേരുണ്ടായിരുന്നു, കുറച്ചുപേര് വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഭയങ്കര ടെൻഷനുണ്ട് ജീവിതത്തിൽ, ഭയങ്കര ദേഷ്യം വരുന്നു, ഭയങ്കരമായിട്ടൊരു ഭയം തോന്നുന്നു, ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന്. ചിലര് കാഷ്വലായിട്ടാണ് ചോദിക്കുക, ഞാൻ മറുപടി പറയാറില്ല. അല്ലെങ്കിൽ തന്നെത്താനെ അവനവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം, വേറൊരാളെ വിളിച്ച് സോൾവ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് ഭയം ഉണ്ടാവാനും ദേഷ്യം വരാനും അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം എന്തെല്ലാമാണെന്ന് അന്വേഷിച്ചതിന് ശേഷം വേണം മറുപടി പറയാൻ. ഓഫ് ഹാൻഡായിട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക. വേറെ ചിലർ ശരിക്ക് പറയാറുണ്ട്, അവരോട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ലോകത്തില് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് എന്നൊരു വാക്ക് ഓർമ്മിക്കുക. CPA, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. ഞാൻ തന്നെ ചേർത്തൊരു വാക്കാണ്, ഒരു സെറ്റ് വാക്കുകളാണ്. ചിലപ്പോൾ പുസ്തകത്തിൽ നോക്കിയാൽ കാണില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നേക്കാളും ടെൻഷനോടുകൂടി ജീവിക്കുന്ന 1, 2, 3 വ്യക്തികളെ കണ്ടെത്തുക. എന്നിട്ട് അവർ അത്രയും ടെൻഷനുള്ള ജീവിതത്തിലും ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് തന്നെ അനലൈസ് ചെയ്യാം. എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ എന്നേക്കാളും ദുഃഖിക്കുന്നവരുണ്ട്. ചില വീട്ടില് മക്കൾ ആക്സിഡന്റിൽ മരിച്ചു, തൂങ്ങി മരിച്ചു, ക്യാൻസർ വന്ന് മരിച്ചു. അതുപോലെ തന്നെ വേറെ പല രീതിയിലുള്ള രോഗങ്ങൾ, ഓട്ടിസം, മെന്റലി അബ്നോർമല്, ന്യൂറോളജിക്കലി അബ്നോർമല്, ഇങ്ങനെ എല്ലാമുള്ള കുട്ടികളും ഭർത്താവും ഭാര്യയൊക്കെ ഉള്ള വീട്ടുകാരുണ്ട്. അവരുടെ രോഗവും നിങ്ങളുടെ രോഗവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. അവരുടെ ജീവിതത്തിലെ ടെൻഷനും നിങ്ങളുടെ ജീവിതത്തിലെ ടെൻഷനും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് നോക്കാം. ഇതാണ് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. എൻ്റെ ദുഃഖവും വേറൊരാളുടെ ദുഃഖവും, എൻ്റെ ടെൻഷനും വേറൊരാളുടെ ദുഃഖവും, വേറൊരാളുടെ ടെൻഷനും, അത് നമുക്ക് ഒത്തിരി ആശ്വാസം നൽകും. ലോകത്തിൽ ദുഃഖിക്കുന്നവരും വേദനിക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ധർമ്മത്തിലുള്ളവര്, പൂർവിക ഋഷിവര്യന്മാര് നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവ സേവ, മാധവ സേവ എന്ന് പറഞ്ഞത്. ഈശ്വരനെ സേവിക്കുന്ന പോലെയാണ് മനുഷ്യരെ ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും എല്ലാം സർവ് ചെയ്യുക എന്നുള്ളത്. പരേഷാം ഉപകാരായ ജീവതി സയേവ ജീവതി. മറ്റുള്ളവന് ഉപകാരപ്രദമായിട്ട് ജീവിക്കുന്നവൻ മാത്രമേ ശരിക്കും ജീവിക്കുന്നുള്ളൂ. മറ്റൊരുവന് നമ്മൾ ഉപകാരം ചെയ്യണമെങ്കിൽ അവൻ ആ ഉപകാരത്തിന് അർഹത ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അവന്റെ ദുഃഖവും വേദനയും എല്ലാം അറിയും. അതറിയുമ്പോഴാണ് നമുക്ക് അത്രയും ദുഃഖവും വേദനയും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കുറെ കൂടി ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലത്തേക്കാൾ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഉള്ള വ്യക്തികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ദേഷ്യം വരുമ്പോ ഒന്ന് ചിന്തകൾ വേറൊന്നിലേക്ക് കൊണ്ടുപോവാം. ഒരു മൂളിപ്പാട്ട് പാടുകയോ, ഒരു സിനിമയുടെ സീൻ കാണുകയോ, കണ്ടത് ഓർമ്മിക്കുകയോ, അല്ലെങ്കിൽ നാമം ജപിക്കാന്ന് പണ്ടുള്ളവർ പറയും, പ്രാർത്ഥിക്കുകയോ. ഇരുന്ന സ്ഥലത്ത് തന്നെ മതി, പൂജാമുറിയിലേക്കോ അമ്പലത്തിലേക്കോ ഒന്നും പോയിട്ടല്ല പറഞ്ഞത്. ജസ്റ്റ് നാമം ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ കീർത്തനങ്ങൾ ചൊല്ലുകയോ സിനിമാ പാട്ട് പാടുകയോ ചില സീനുകൾ ഓർക്കുകയോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കൈലാസത്തിലേക്ക് പോയതാ ഞാൻ ചിന്തിക്കുക, എൻ്റെ മനസ്സ് മുഴുവനും പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് മാറും. അതേപോലെ ദേഷ്യപ്പെട്ടേ തീരൂ എങ്കിലും 10 മണിക്ക് ദേഷ്യപ്പെടാനുള്ള അവസരം ഉണ്ടായി, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടേ തീരൂ എന്നൊരവസ്ഥ 10 മണിക്ക് ഉണ്ടായാൽ
ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദേഷ്യപ്പെടുക. അപ്പൊ ആ ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ രണ്ടാമത്തേത് ചിന്തകൾ വേറൊന്നിലേക്ക് കൊണ്ടുപോകാം. ഒന്നാമത്തേത് നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരാൻ കാരണമുള്ള വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ടെൻഷനും ദുഃഖവും ഭയവും എല്ലാം അനുഭവിക്കുന്നവരെ കുറിച്ച് കമ്പാരറ്റീവ് അനാലിസിസ് നടത്താം. 2, ദേഷ്യമോ ഭയമോ വാശിയോ തോന്നുമ്പോൾ ചിന്തകൾ മാറ്റുക. ചിന്തകൾ മാറ്റുക, അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടുക, നന്മകൾ ചെയ്യുക. മൂന്നാമത്തേത് ദേഷ്യമോ അല്ലെങ്കിൽ ഭയമോ തോന്നുമ്പോൾ ആ പ്രദേശത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാം. വേറൊന്നിലേക്ക് പോകുക, ഒരു പുസ്തകം വായിക്കുകയോ ഓഫീസിലേക്ക് പോവുകയോ ഫോൺ വിളിക്കുകയോ ഒരു സിനിമ TV ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ പറമ്പിലൂടെ 1 മിനിറ്റ് നേരം നടക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോഴും നമ്മൾ ആ സ്പേസിൽ നിന്ന്, ആ പ്ലേസിൽ നിന്ന് നമ്മൾ മാറി. അപ്പോഴും നമ്മളുടെ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ് ആ സമയത്തേത് മാറ്റിക്കിട്ടാൻ സാധിക്കും. പിന്നെ ചിലർക്ക് ശരിക്കും ദുഃഖമുണ്ട്, വേദനയോടുകൂടി ജീവിക്കുന്നവർ കുറെ പേരുണ്ട്. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റാത്ത അത്രയും വേദനയുണ്ട്. അത് രോഗമായിട്ടായിരിക്കാം, ഫിസിക്കലി മെന്റലി അബ്നോർമാലിറ്റി ഉള്ളവരായിരിക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഫിസിക്കലി മെന്റലി അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഏറ്റവും ടോപ്പായിട്ടുള്ള, ആ വിഷയത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് ആ ഡോക്ടർ പറയും നിങ്ങളുടെ അടുത്ത്, നീ ഇതിന് വേറെ ചികിത്സയൊന്നുമില്ല, ഇതുമായിട്ട് ജീവിക്കാൻ പഠിക്കാതെ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈശ്വരന് വിട്ടേക്കാം, നിങ്ങൾ അതിലൊന്നും ചെയ്യാൻ പോവണ്ട. ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനും പെർമനന്റ് അല്ല, രോഗിയും പെർമനന്റ് അല്ല. കുറെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോവേണ്ടവരാണ്. എല്ലാം മയ്യർപ്പിത മനോബുദ്ധി എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. എന്നിൽ അർപ്പിച്ച് ജീവിക്കുക, സർവ്വതും ഈശ്വരൻ അർപ്പിച്ച് ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി വരുന്നത് വരട്ടെ. അവിടെ വെച്ച് കാണാം, പ്രകൃതി എന്തെങ്കിലും അബ്നോർമാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും തന്നിട്ടുണ്ട് എന്ന രീതിയിൽ ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയുള്ള 4 മെത്തേഡ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.